എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമ്മുടെ രാമായണ പാരായണം ആരംഭിക്കാം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് കിഷ്കിന്ധാകാന്ഡം സമാപ്താവാണ്. ഇന്ന് നമ്മൾ സമർപ്പിക്കുകയാണ്. സമ്പാദ്യവാക്യം മുതൽ കിഷ്കിന്ധാകാന്ഡം സമാപ്തം വരെയാണ് നമ്മൾ ഇന്ന് ചൊല്ലുന്നത്. പാരായണം ചെയ്യുന്നവര് ശ്രീമതി പൊന്നമ്മ നായർ, ശ്രീമതി ശ്രീകുമാരി, ശ്രീമതി നാരായണി നായർ. 3 പേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. ഹരി ഓം. ആരംഭിച്ചോളൂ പൊന്നമ്മജി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ശ്രീ ഗണപതേ നമഃ. വിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ, ചാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. സമ്പാദിവാക്യം. അപ്പോൾ മഹേന്ദ്ര ജലേന്ദ്ര ഗുഹാന്തരാൽ ഗൃത്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു, വൃദ്ധനായുള്ളൊരു ഗൃത്രപ്രവരനും പൃഥ്വീതര പ്രവരോ തുങ്കരൂപനായി ദൃഷ്ടുവാ പരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞതു ഗൃത്രകുലാധിപൻ, പക്ഷമില്ലാതോരെനിക്ക് ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. മുൻപിൽ പ്രാണഹാനി വരുന്നതോ സംപ്രീതി പൂണ്ട് ഭക്ഷിക്കാമനുദിനം. ഗൃത്രവാക്യം കേട്ടു മർക്കടഖൗകം പരിത്രസ്തരായ അന്യോന്യമാശു ചൊല്ലിയിടിനാർ. അദ്രീന്ദ്രതുല്യനായൊരു ഗൃത്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങും എല്ലാവരെയും, നിഷ്ഫലം നാം മരിച്ചിടുമാറായതോ കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാലൊരു കാര്യവും കൃതമായില്ല, കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം, സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥമിവനാൽ മരിക്കുന്നു വന്നതും എത്രയും ഭാവികളാക തന്നെയേ വയം. നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായതോ രാമപാദാംബുജേ. പക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചിതോ, പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം.
വാനരഭാഷിതം കേട്ട് സമ്പാദിയും മാനസാനന്ദം കലർന്ന് ചോദിച്ചതോ കർണപീയോഷ സമാനമാം വാക്കുകൾ ആരെന്നു ജടായുവെന്നിങ്ങനെ നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യം ഇങ്ങു വരുവേൻ ഭയപ്പെടായി കേതുമേ ഉമ്പർകോൻ പൗത്രനുവൻപോടതു കേട്ടു സമ്പാദി തന്നെ മുൻപിലാമാർ ചെന്ന് അംബോജലോചനൻ തം പാദപങ്കജം സംഭാവ്യമാ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ സൂര്യകുലജാതനായ ദശരഥൻ ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനായ രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പൊക്കിതോ കാനനം താതാജ്ഞയാ പുരാം കാട്ടുകൊണ്ടിടിനാൻ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേക്ഷനും പിരിഞ്ഞ അക്ഷോണിപുത്രി മുറയിട്ടിതു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ അക്ഷണാദാചരനോട് ജടായുവിൻ പക്ഷിപ്രവരൻ അതിനാൽ വലഞ്ഞോരു രക്ഷോവരൻ നിജചന്ദ്രഹാസം കൊണ്ട് പക്ഷവും വെട്ടിയറുത്താനതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലെ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യു വരായികെന്ന് അനുഗ്രഹിച്ച ധരാപുത്രയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചതു ഭാഗ്യവാൻ കുലോത്ഭവനാകിയ രാമനോ ആർക്കജനോടഗ്നി സാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ട് രാജ്യവും നൽകിനാൻ വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകയും നയിച്ചിതു ലക്ഷം കപീവരന്മാരെ ഓരോ ദിശി ദക്ഷിണ ദിക്കിനു പോന്നിത് ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ 30 നാളിനകത്തു ചെന്നിടായികയിൽ അപ്പോൾ അവരെ വധിക്കും കപിവരൻ പാതാളം ഉൾപ്പൊക്കുവാസരം പോയതു ഏതും അറിഞ്ഞില്ല ഞങ്ങളതുകൊണ്ട് ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിന് അപ്പോൾ ഭവാനെയും കണ്ടു കെട്ടി ബലാൽ ഏതാനും ഉണ്ടറിഞ്ഞിട്ട് നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്നു നീ അറിഞ്ഞിടടു താരയ വാക്കുകൾ കേട്ട് സമ്പാദിയും ആരൂഢമോദം അവനോട് ചൊല്ലിനാൻ ഇഷ്ടനാം പ്രാതാവെനിക്ക് ജടായു ഞാൻ ഒട്ടു നാളുണ്ടവനോട് പിരിഞ്ഞതും ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ എന്നുടെ സോദരനായുതക്രിയക്ക് എന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പീനുതക കർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്യുവാൻ ആശു ഞാൻ അപ്പോൾ അവനെ എടുത്തു കവികളും അപ്തിതീരത്ത് വച്ചിടിനാരാതരാൽ തൽസലിലെ കുളിച്ചഞ്ചലയും നൽകി വത്സനം പ്രാതാവിനായി കൊണ്ട് സാദരം സ്വസ്ഥാന ദേശത്തിരുത്തിനാർ പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ചയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ തുങ്കമായിടും ത്രികുടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി തത്ര മഹാശോകാനനെ ജാനകി നക്തഞ്ജരി ജനമധ്യേ വസിക്കുന്നു ദൂരമൊരു 100 യോജനയുണ്ടത് നേരെ നമുക്ക് കാണാൻ രക്തമാകയാൽ സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമി തനുജയെ കണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണോ ഏതൊരു ജാതിയും പക്ഷവുമില്ലമേ യത്നേന നിങ്ങൾ കടക്കണമാശുപോയി രത്നാകരം പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാലേവമതിനു വഴിയെന്ന നിർണയം രത്നാകരം ശതയോജന വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം പൂക്കു വൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കരെ ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാം എന്നൊരുമിച്ച് തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാൻ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സമ്പാദി തന്നെ പൂർവവൃത്താന്തങ്ങൾ അമ്പോട് വാനരന്മാരോട് ചൊല്ലിനാൻ ഞാനും സമ്പാദി തന്നെ പൂർവവൃത്താന്തങ്ങൾ അമ്പോട് വാനരന്മാരോട് ചൊല്ലിനാൻ
ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാമാനേന ദർപ്പിതമാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിനതിവേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡമണ്ഡല പര്യന്തം ഉൽപ്പതിച്ചാർത്തരായി വന്നു ദിനകര രശ്മിയാൽ തൽക്ഷണേ തീയും പിടിച്ചിത് അനുജന് പക്ഷപുടങ്ങളിൽ. അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ, പക്ഷദ്വയത്തോട് വീണാൻ അനുജനും. പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം, വിന്ധ്യാചലേന്ദ്ര ശിരസി വീണിടിനേൻ. അന്ധനായി 3 ദിനം കിടന്നിടിനേൻ. പ്രാണശേഷത്താൽ ഉണർന്നൊരു നേരത്തു കാണായിതു ചിറകും കരിഞ്ഞിങ്ങനെ ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങൾ അറിയാഞ്ഞു വിഭ്രാന്ത മാനസനായുഴന്നങ്ങനെ ചെന്നേൻ നിശാകര താപസൻ തന്നെ പുണ്യാശ്രമത്തിനു പൂർണ്ണഭാഗ്യോദയാൽ. കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോട് പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി, എന്തു സമ്പാദേ വിരൂപനായി വന്നതിനെന്തു മൂലം ഇതാരാലകപ്പെട്ടതും, എത്രയും ശക്തനായോരു നിനക്കിന്നു ദഗ്ധമാവാൻ എന്തു പക്ഷം പറക നീ എന്നതു കേട്ടു ഞാൻ എന്നോട് വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനാൻ. പിന്നെയും കുപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാനിധേ, ജീവനത്തെ ധരിക്കേണ്ട ഉപായമിന്നേവാം എന്നോട് ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായി അരുളി ചെയ്തു, സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ട് ഞാൻ കൃത്യം. നിനക്കൊത്തവണ്ണം കുരുഷ്വ നീ ദേഹം നിമിത്തമേ ദുഃഖമറിക നീ. ദേഹമോർക്കിൽ കർമ്മ സംഭവം നിർണയം, ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരവിദ്യാസമുദ്ഭവ വസ്തുവായുള്ളൊന്നഹങ്കാരമോർക്ക നീ. ചിച്ഛായയോട് സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയപിണ്ടവൽ സദാ തേന ദേഹത്തിനു താതാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്ത നൂനമാത്മാവിനുമായ. ദേഹോഹമദ്ദൈവ കർമ്മകർത്താഹമിത്യാഹന്ത സങ്കല്പ്യ സർവ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളായി ബദ്ധനായി സമ്മോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടും ആശു കീഴ്പോട്ടും ഭ്രമിച്ചതി താല്പര്യവാൻ പുണ്യപാപാത്മക സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ, വിത്താനുരൂപേണ യജ്ഞദാനാദികൾ. ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം, സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധവും. ഉത്തമാംഗം കൊള്ള വീഴോ മധോഭുവി, പുണ്യം ഒടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലെ ചെന്നു പതിച്ചു നിഹാര സമേതനായി. ഭൂമോപതിച്ചു ശാല്യാദികളായി ഭവിച്ചാമോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബല എന്നതിലൊന്നുരേതസായി ചമഞ്ഞിതു ചെന്നു സീമന്തിനി യോനിയിലായി വരും. യോനി രക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം ഏകദിനേന കലർന്നു കലലമാമേകീ ഭവിച്ചാൽ അതു പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ബുദാകാരമാം. പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കും. അതിനതു മാസാർത്ഥകാലേന പിന്നെയും മെല്ലവേ പേശീരുധിര പരിപ്ലുതമായി വരും. ആശുതസ്യാമങ്കുരോൽപത്തിയും വരും. പിന്നെയൊരു 25 രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും. അങ്കുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖപങ്ക്തിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണനേത്രങ്ങളും. 5 മാസം കൊണ്ടു 6 പുനഃകിഞ്ചന പോലും പിഴയാതി ദേഹിനാം. കർണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം. പിന്നെ മേട്രോപസ്തനാഭിപായുക്കളും 7 മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായോരു ശിരകേശരോമങ്ങൾ. 8 മാസി ഭവിക്കും പുനരപി പുഷ്ടമായിടും ജഠരസ്ഥലാന്തരെ. 9 മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും. 5 മാസി ചൈതന്യവാനായി വരും അഞ്ജസ ജീവൻ ക്രമേണ ദിനേ ദിനേ. നാഭിസൂത്രാലപരന്ധ്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്താനരസത്തിനാൽ വർദ്ധതെ ഗർഭകമായ പിണ്ഡം മുഹുർമൃത്യു വരാനിജ കർമ്മബലത്തിനാൽ. പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജാഠരവഗ്നി പ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. 10,100,000 യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനകം.
പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞിതു നിത്യ കുടുംബ ഭരണൈകസത്തനായി വിത്തമന്യായമായി ആർജിച്ചു തന്വഹം വിഷ്ണു സ്മരണവും ചെയ്തു കൊണ്ടില്ല ഞാൻ കൃഷ്ണ കൃഷ്ണേതി ജപിച്ചിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടും ഇതിപ്പോൾ ഇവിടെ കിടന്നു ഞാൻ ഇങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലേ കൽപ്പോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാൻ എന്നുമേ ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവത് സ്തുതി തുടങ്ങിയിടിനാൻ 10 മാസം തികയും വിധം ഭൂതലെ ചിത്തതാപേന പിറക്കും വിധിവശാൽ സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ധ്രേണ പീഠാൻവിധം ബാല്യമാനോപി മാതാപിതക്കാൻമരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പൊറാസഖേ നിന്നാൽ അനുഭൂതമായുള്ളത് എന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും വർഗോഭവനാശവും ദേഹമൂലം സഖേ സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാൽപരം മേലേയിരിപ്പതാത്മാ പരൻ കേവലൻ ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ചു മോഹമകർന്നാത്മജ്ഞാനിയായി വാഴുക നീ ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരൂപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകമീശ്വരം അച്യുതം സർവജഗന്മയം ശാശ്വതം മായാവി നിർമുക്തമെന്നറിയും നേരം മായാവിമോഹം അകലുമെല്ലാവനും പ്രാരബ്ധ കർമ്മവേഗാനുരൂപം ഭുവി പാരമാർത്ഥ്യാത്മന വാഴുക നീ സഖേ മറ്റൊരുപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകല ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപുടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാര്യത്തിൽ വാഴും വിധോബലാൽ ചണ്ടനായുള്ള ദശാസ്യനാം രാവണൻ പൊണ്ടരീകോത്ഭുതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമ സൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോകും മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കട രാജനിയോഗാൽ കവികുലം ദക്ഷിണവാരിധി തീരദേശേ വരും തത്ര സമാഗമം നിന്നോട് വാനരക്കെത്തുമൊരു നിമിത്തേന നിസംശയം എന്നാൽ അവനോട് ചൊല്ലിക്കൊടുക്ക നീ തന്വങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും അതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചത് ഇങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായ എന്നേ വിചിത്രമേ നന്നെത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവ കഥാമൃതമാഹാത്മ്യമാരാലും ഓർത്താൽ അറിയാവതല്ലേതും രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നിയിലഹോ നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്ക് കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ നന്നായി അതിപ്രയത്നം ചെയ്യിൽ അർണവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ട് സംസാര വാരാനിധിയെ കടക്കുന്നിതേവരും രാമഭാര്യ ലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതും ഒരാകുലമുണ്ടാകയില്ല ഓരോ ജാതിയും എന്നു പറന്നു മറഞ്ഞിത അത്യുന്നതനായ സമ്പാദി വിഹായസാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ശബ്ദലംഘനത്തിന് കവികളുടെ ആലോചന. പിന്നെ കവിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രം മഹാനക്രചക്ര ഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കവികുലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാർ എങ്ങും മറുകര കാണാനുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കവികളെ. ശക്രതനയ തനുജനാം അംഗദൻ മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ. എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങൾ എല്ലാവർക്കും. എന്നാൽ ഇവരിൽ വച്ചിങ്ങുവെന്നോടൊരുത്തൻ പറയണം. ഞാനിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹു വ്യഗ്രം കളഞ്ഞു
രക്ഷിക്കുന്നതും അവൻ. അംഗദൻ ഇങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ നോക്കിനാരെ വരും. ഒന്നും പറഞ്ഞിൽ ഒരുത്തരും. അംഗദൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ, ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേക ഉദ്യോഗപൂർവകം. ചാടാമെനിക്കു ദശയോജന വഴി, ചാടാം 20 കപി. 30 ചാടാമെനിക്ക് അപരനു, അപ്പടി 40 മറ്റേവനും. 50, 60, 70, 80 ചാടാമെനിക്കൊന്നൊരുവനും. 90 ചാടുവാൻ ദണ്ഡമില്ലേഖനെന്നർണവമോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട തമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കട വീരരെ നിർണയം. മുന്നം ത്രിവിക്രമം 3 ലോകങ്ങളും ഛന്നനായി 3 അടിയായി അളക്കുംവിധോ. യൗവന കാലേ പെരുമ്പറയും കൊട്ടി 7 വട്ടം വലത്തു വച്ചിടിനേൻ. വാർദ്ധക്യഗ്രസ്തനായേ നിദാനീം ലവണാബ്ദി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ. കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതം എത്രയും. ഇത്തമജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരിപൗത്രനും ചൊല്ലിനാൻ, അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം, ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. സാമർത്ഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർത്ഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും. ഭൃത്യജനങ്ങളെ അയക്കയില്ലെന്നുമേ ഭൃത്യരിലേഖനുണ്ടാക എന്നതേ വരൂ. ആർക്കുമേ ഇല്ല സാമർത്ഥ്യമനശനം, ദീക്ഷിച്ചു തന്നെ മരിക്കതല്ലൂ ഭയം. താരേയനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവ നന്ദനൻ ചൊല്ലിനാൻ, എന്തു ജഗൽപ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ. കുണ്ടനായി തന്നെ ഇരുന്നു കളയുകയോ, കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വാദാത്മജനാകയുമുണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമൂർക്കിലോ. കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനു പുത്രനായി അഞ്ജന പെറ്റവളായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം. അഞ്ജനാ ഗർഭച്യുതനായി അവനിയിൽ അഞ്ജസാജാതനായി വീണ നേരം ഭവാൻ 500 യോജന മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നതു മാനസേ. ചണ്ഡകിരണൻ ഉദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടരെ കണ്ടു നീ പക്കുമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ. ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പൊക്കിതു പാതാളം. അപ്പോൾ ത്രിമൂർത്തികൾ 30 മുക്കോടി വാനവർ തന്നോടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷരായി വന്നനുഗ്രഹിച്ചിടിനാർ. മൃത്യുവരാലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിന്നിളക്കം വരാ നിർണയം. ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ, നാംനാഹന്യമാൻ ഇവനെന്നു സാദരം. വജ്രം ഹനുവിങ്കലേറ്റു മുറികയാൽ അച്ചരിത്രങ്ങൾ മറന്നിതോ മാനസേ. നിങ്കയിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയമതും എന്തിനെന്നോർക്ക നീ. ത്വദ്ബല വീര്യവേഗങ്ങൾ വർണ്ണിപ്പതിനിപ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലെടോ. ഇത്തം വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനും മുത്തായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറൊന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ, ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ. രാവണനെ കുലത്തോടു മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനെന്നുമേ. അല്ലായികിലോ ദശ കണ്ഠനെ വന്ദിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടെ അങ്ങോട്ടു ലങ്കാപുരത്തെയും കൂടെ വലത്തു കരത്തിങ്കലാക്കിക്കൊണ്ടു രാമാന്തികെ വെച്ചു കൈതൊഴുതിടുവൻ. രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ
മാരുതി വാക്കുകേട്ടൊരു വിധീസുതൻ ആരുടെ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു വിരവിൽ വരിക നീ രാവണനോടെതിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കര മാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരൈക കല്യാണം ഭവിക്കതേ മാരുത ദേവനുമുണ്ടരികെ തവ ശ്രീരാമവാക്യാർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കവികുലം ആശുപോകുന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോടിരുന്നിതക്കാലമേ ഇതധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധകാണ്ഡം സമാപ്തം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. അങ്ങനെ ഇന്ന് നമ്മൾ കിഷ്കിന്ധാകാന്ഡം ഭഗവാന്റെ പദങ്ങൾ സമർപ്പിക്കണം. കിഷ്കിന്ധാകാന്ഡത്തിലെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ട് പോലെയാണ്, അല്ലെങ്കിൽ ഒരു സ്കാനിങ് റിപ്പോർട്ട് പോലെയാണ് സമ്പാദിയുടെ ഗർഭത്തിന്റെ അവസ്ഥകളെ പറ്റി പറയുന്ന ഭാഗം. അത് ഇന്നും ഒരു ഗൈനക്കോളജിസ്റ്റുകൾക്കും ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നുള്ളതാണ്. അത്രയും വിശദമായിട്ടാണ് ആദ്യത്തെ ദിവസം മുതൽ പ്രസവം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മുടെ മഹർഷിമാര് എത്ര സിദ്ധിയുള്ളവരായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പിന്നെ കൂടാതെ ഇപ്പോൾ ആ മനുഷ്യ ശരീരം എന്നുള്ളത് ദൈവത്തിന്റെ ഒരു അത്ഭുതമായിട്ടുള്ള സൃഷ്ടിയാണ്. അപ്പോൾ നമ്മള് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര് നമ്മൾ അഭിമാനിക്കുകയാണ്, ശരീരത്തിൽ അഭിമാനിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അത് ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ ജീവന്റെ തുടക്കത്തില് അതൊരു സൂക്ഷ്മമായിട്ടുള്ള ഒരു ഭ്രൂണം ആയിരുന്നു. അപ്പൊ അവിടെ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് പുറത്തു വന്നിട്ട് നമ്മള് ശരീര സൗന്ദര്യത്തിലും അല്ലെങ്കിൽ ആ ശക്തിയിലൊക്കെ അഹങ്കരിക്കുകയാണ് നമ്മള്. അപ്പോൾ അപൂർവമായിട്ടുള്ള ഈ മനുഷ്യ ജന്മം ധർമ്മം ചെയ്യാനും ധർമ്മത്തിന്റെ പാതയിൽ ജീവിക്കാനും ഭക്തിക്കും മറ്റുള്ളവരെ സഹായിക്കാൻ സേവനത്തിനും ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇത് രാമായണത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ പാഠങ്ങളാണ്. ഓരോ പാഠങ്ങളാണ് രാമായണത്തില്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് അങ്ങനെയും മനസ്സിലാക്കാം. അപ്പോ ആ ഒരു ശക്തി, ആ പരമാത്മാവ് അല്ലെങ്കിൽ ദൈവം ഏതാണോ നമ്മൾ പറയുന്നത്, ആ ശക്തിയുടെ അനന്തമായിട്ടുള്ള അത്ഭുതങ്ങള് അല്ലെങ്കിൽ അനന്തമായിട്ടുള്ള ശക്തി, അതൊക്കെ നമ്മളിൽ ആദ്യം എങ്ങനെയാണ് ഒരു കലലം എന്നാ പറഞ്ഞത്, ഒരു ചെറിയ വെള്ളത്തിന്റെ പൊട്ട് പോലെയാണ് ഉള്ളൂ തുടക്കത്തില്. അതിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ നമ്മള് വലുതായി വന്നത്. അപ്പോ ആ ശക്തിക്ക് മുമ്പിൽ നമസ്കരിക്കുക, അതിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോ ശരീരബോധം അല്ലെങ്കിൽ ആ അഹങ്കാരം അതൊക്കെ കളയാൻ അതിനും കൂടി നമുക്ക് ഈ രാമായണ പാരായണം കൊണ്ട് സാധിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനൊക്കെ നമ്മളെ പ്രാപ്തരാക്കിയ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പാരായണം നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഭക്തി ആദരപൂർവം സമർപ്പിക്കാം. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഹരി ഓം.